Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദ എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം സദസ് ഉച്ചത്തിൽ ഏറ്റുവിളിക്കാത്തതിൽ പ്രകോപിതയായി കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. കോഴിക്കോട് സംഘടിപ്പിച്ച എവേക്ക് യൂത്ത് ഫോർ നേഷൻ എന്ന പരിപാടിയിലാണ് സംഭവം. ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നായിരുന്നു സദസ്സിലെ സ്ത്രീയോട് മന്ത്രിയുടെ ചോദ്യം. ഭാരത് മാതാ കി ജയ് വിളിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വേദി വിട്ടിറങ്ങണമെന്ന് മന്ത്രിയുടെ ആഹ്വാനവും. റിപ്പോർട്ട്. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലായിരുന്നു RSS മേൽനോട്ടത്തിൽ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി പ്രസംഗത്തിനൊടുവിൽ ഭാരത് മാതാ കി ജയ് വിളിച്ചു. സദസ്സിൽ തണുപ്പൻ പ്രതികരണം ഉണ്ടായതോടെ ക്ഷോഭിച്ചു. So your voice has to be loud so that every one person can make a difference. Bharat Mata Ki ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ? എന്താണ് ഇങ്ങനെയൊരു മനോഭാവം? ആർക്കെങ്കിലും ഈ രാജ്യത്തിന്റെ പേരിൽ അഭിമാനമില്ലെങ്കിൽ ഈ കോൺക്ലേവിൽ പങ്കെടുക്കരുതെന്നായി മന്ത്രി. Bharat Mata Ki This time is again me. What's the problem, boss? Any problem? Last attempt. Bharat Mata Ki The lady in yellow can stand up. Yeah, don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother or it is. Why this attitude? Bharat Mata Ki This woman is still standing like this. I think you can leave the house. Somebody who has no pride in the nation, who finds it embarrassing to speak about India, need not be part of this conflict. പിന്നീട് സദസ്സിലിരുന്ന മുഴുവൻ ആളുകളെയും ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിപ്പിച്ചാണ് മന്ത്രി വേദി വിട്ടത്. റിപ്പോർട്ടർ, കോഴിക്കോട്. ചോദ്യം ഇതാണ്: സമ്മർദ്ദത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഉണ്ണി ബാലകൃഷ്ണൻ, രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടും കോഴിക്കോട് തന്നെയാണ്. അതെ. ഒന്ന് NIT ക്യാമ്പസിനുള്ളിൽ, ആ ക്യാമ്പസിലെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രൊഫസറായ ഷൈജ ആണ്ടവൻ്റെ ഒരു കമൻറ്റാണ് വിവാദമായിരിക്കുന്നത്. ഗോഡ്സെ പ്രകീർത്തിച്ചു. മറ്റൊന്ന് മീനാക്ഷി ലേഖിയുടെ പരിപാടി, അത് കോഴിക്കോട് എവേക്ക് യൂത്ത് ഫോർ നേഷൻ എന്നുള്ള പരിപാടിയിൽ. സമ്മർദ്ദമാണോ അത്? നോക്കൂ, സമ്മർദ്ദമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ ആദ്യം തന്നെ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കാം. ഇപ്പോൾ മീനാക്ഷി ലേഖി എൻ്റെ മുമ്പിൽ വന്നു നിന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുകയും എന്നിട്ട് എന്നോട് അത് ആവർത്തിച്ച് വിളിക്കാൻ പറയുകയും ചെയ്താൽ ഞാൻ വിളിക്കില്ല. അതാണ് എൻ്റെ നിലപാട്. കാരണം ഈ മീനാക്ഷി ലേഖി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് പറയുമ്പോൾ ഏറ്റുവിളിച്ച് വെളിപ്പെടുത്തേണ്ടതോ പ്രഖ്യാപിക്കേണ്ടതോ ആയ ഒരു രാഷ്ട്രഭക്തിയോ ദേശഭക്തിയോ അല്ല എൻ്റേത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒന്നും ഡിമാൻഡ് ചെയ്യാൻ മീനാക്ഷി ലേഖിക്ക് ഇന്ത്യൻ ജനാധിപത്യം അധികാരം നൽകുന്നില്ല. മീനാക്ഷി ലേഖി എന്ന ഹെഡ് മിസ്ട്രസിൻ്റെ ക്ലാസ് മുറിയിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമല്ല ഞാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ചെറിയ അധികാരവുമായി വന്ന് കേരളത്തിലെ ജനങ്ങളെ അങ്ങ് വിരട്ടിക്കളയാമെന്നൊന്നും മീനാക്ഷി ലേഖി വിചാരിക്കേണ്ട. കേരളത്തിലെ ജനങ്ങളെയും അവർക്ക് വിരട്ടാൻ കഴിയില്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും വിരട്ടാൻ കഴിയില്ല. അതുകൊണ്ട് അധികാരത്തിൻ്റെ ഈ തലയ്ക്കു പിടിച്ച പ്രമത്തതയുമായി വന്ന് നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളെ ആദ്യം തന്നെ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടി ഞാൻ തള്ളിക്കളയുന്നു. രണ്ടാമത്, മീനാക്ഷി ലേഖി റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാരതമെന്ന ആശയമല്ല രാജ്യത്തെ സംബന്ധിച്ച എൻ്റെ ആശയം. അതാണ് ആശയപരമായി എനിക്ക് അവരോടുള്ള വിയോജിപ്പ്. നോക്കൂ, ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലാണ് മീനാക്ഷി ലേഖി പോയി നിന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. എത്ര തമിഴന്മാരത് ഏറ്റു വിളിക്കും? തമിഴരുടെ ഏറ്റവും വലിയ അജിറ്റേഷൻ എന്താണെന്നറിയോ? അത് ആൻറ്റി ഹിന്ദി അജിറ്റേഷനാണ്. അവർ വളരെ ശക്തമായി അവരുടെ ഭാഷയെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അത് അവർക്ക് ദേശഭക്തി ഇല്ലാത്തതുകൊണ്ടോ ദേശീയ വികാരമില്ലാത്തതുകൊണ്ടോ അവർ ആൻറ്റി നാഷണൽ ആയിരിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. അവർക്ക് അവരുടേതായ ഭാഷയെ സംബന്ധിച്ചൊരു പ്രൈഡുണ്ട്. ആ പ്രൈഡ് ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ, ഇന്ത്യൻ ഭരണഘടനയൊക്കെ അവർക്ക് അവകാശം നൽകുന്നുണ്ട്. ഇപ്പോൾ 2022 ഒക്ടോബർ 19 ഈ തമിഴ്നാട് അസംബ്ലി ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. യുനാനിമസ് ആയിട്ടാണ് പാസ്സാക്കിയത്. എന്താണെന്നറിയാമോ? ആൻറ്റി ഹിന്ദി ഇമ്പോസിഷനാണ്.
അന്ന് 2022 ഒരു നിയമം കൊണ്ടുവന്നല്ലോ, അമിത്ഷാ പാർലമെന്ററി കമ്മിറ്റി ചെയർമാനായിരുന്നുകൊണ്ട്. എന്താണ്? എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദി പഠിച്ചോണം, എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കണം. അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർലമെന്റിലേക്ക് സ്പീക്കർ കയറി വരുമ്പം എല്ലാവരും സ്പീക്കർക്ക് ഗുഡ് മോർണിംഗ് പറയുന്നൊരു പരിപാടിയുണ്ട്. അവിടെ വ്യത്യസ്തമായൊരു ശബ്ദം നമ്മൾ ഉയർന്നു കേൾക്കും. സഭാപതി വണക്കം എന്നാണ് പറയുക തമിഴൻ. അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു പ്രൈഡ് ഉയർത്തിപ്പിടിക്കാനും അപ്പോൾ തന്നെ ഒരു രാഷ്ട്രമായി നിൽക്കാനും കഴിയുന്ന ബഹുസ്വരമായൊരു രാഷ്ട്രസങ്കല്പം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വള്ളത്തോളിൻ്റെ കവിത പറയും, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണല്ലോ പറയുക. എന്താണ് നിങ്ങൾക്ക് അന്തരംഗം എങ്ങനെ ചെയ്യണം? അഭിമാനത്തോടുകൂടി ഉള്ള ഒരു അന്തരംഗം നിങ്ങൾ തിളക്കേണ്ടത്. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. എന്താ വള്ളത്തോളിൻ്റെ ഈ പറയുന്ന രാഷ്ട്രഭക്തിയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? പക്ഷേ കേരളം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ രക്തം തിളയ്ക്കണം, ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളണം. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രഭക്തിയും ഒരു ദേശഭക്തിയും ഒക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ റെപ്രസെൻ്റ് ചെയ്യുന്ന മീനാക്ഷി ലേഖി റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാരതം എന്ന ആശയത്തോട് എനിക്കൊരു യോജിപ്പുമില്ലെന്നേ. നിങ്ങൾ ഒരു മുസ്ലിം MP പോലും ഇല്ലാത്ത, ഒരു മുസ്ലിം MLA പോലും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇൻക്ലൂസീവായ ഒരു ദേശസങ്കല്പം അവതരിപ്പിക്കാൻ കഴിയുക? നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് മതേതരമായൊരു പാർലമെന്റിൽ കൊണ്ടുവന്ന് ഹിന്ദുക്കളുടെ ചിഹ്നമായ ചെങ്കോല് സ്ഥാപിക്കുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഭാരത സങ്കല്പത്തോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ പൗരത്വ നിയമം നടപ്പാക്കിക്കൊണ്ട് ആളുകളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഇൻക്ലൂസീവ് അല്ലാത്ത ഒരു ഭാരതത്തെയാണ് കാണുന്നത്. ആ ഭാരതത്തെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. അതുപോലെ തന്നെ പള്ളികൾ പൊളിച്ചിട്ട് അമ്പലങ്ങൾ, അധികാരം കൊണ്ട് അമ്പലങ്ങൾ സൃഷ്ടിച്ച് ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഭാരതം എന്ന ആശയത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന, അതുപോലെ തന്നെ സനാതനധർമ്മമാണ് എന്ന് പറയുന്ന ഈ ഹിന്ദു മതം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയാറുണ്ടല്ലോ 33 കോടി ദൈവങ്ങളുള്ളൊരു മതമാണത്. അത് ഏകശിലാരൂപമായൊരു മതമല്ല, അത് ഭയങ്കരമായ ഡൈവേഴ്സിറ്റി ഉള്ളൊരു മതമാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ തന്നെ യാത്ര ചെയ്താൽ ഒരു ഗ്രാമത്തിനൊരു ദൈവം ഉണ്ടാവും, വേറൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ വേറൊരു ദൈവമാണ്. എല്ലാ ഹിന്ദു ദൈവങ്ങളൊക്കെ തന്നെയാണ്, എല്ലാം ഹിന്ദു സെക്റ്റിലാണുള്ളത്. നിങ്ങൾക്ക് മാടനും മറുതയും യക്ഷിയും ദൈവങ്ങളാണ് ഉണ്ട്, നിങ്ങൾക്ക് കാളിയുണ്ട്, ലക്ഷ്മിയുണ്ട്, പാർവതിയുണ്ട്, ഇങ്ങനെ വിവിധ തരത്തിൽ വിഷ്ണുവുണ്ട്, ശിവനുണ്ട്. ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏകശിലാമാനമായൊരു ഹിന്ദു മതമാണ്, അതിൻ്റെ സനാതന ധർമ്മമാണ്, അത് ബ്രാഹ്മണിക്കലായൊരു മതസങ്കല്പമാണ്. ആ മതസങ്കല്പത്തിന് ഒരിക്കലും ബഹുസ്വരമായ ആശയങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വലിയ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ ശക്തമായ കലാപങ്ങൾ ഹിന്ദു മതത്തിലാണ് ആദ്യമായിട്ടുണ്ടാകുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ആ രീതിയിൽ ഏകശിലാമാനമായൊരു മതം, ആ മതത്തിൻ്റെ ഒരു രാഷ്ട്രസങ്കല്പം, ആ രാഷ്ട്രസങ്കല്പത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നു, നിങ്ങളെല്ലാവരെയും ഈ മുദ്രാവാക്യം വിളിച്ചോളൂ എന്ന് പറയുക. അങ്ങനെയൊന്നും വിളിക്കാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യ എത്തിയിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും നിങ്ങളെ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 36%. 36%ൽ നിങ്ങൾക്ക് 303 സീറ്റുകളുണ്ട്, അത് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഭരിക്കട്ടെ. ആ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പാക്കിയിരിക്കുന്ന മതേതരത്വവും ബഹുസ്വരതയും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന 64% ആളുകൾ നിങ്ങളുടെ നെറ്റ്വർക്കിന് പുറത്താണുള്ളത്. അവരുടെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ഇൻക്ലൂസീവായ രാഷ്ട്രസങ്കല്പമാണ്. അവരുടെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് മതേതരമായ സങ്കല്പമാണ്. മീനാക്ഷിയിലേക്ക് വന്നിരുന്നുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഏറ്റുവിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നൊരു ജനസമൂഹമല്ല കേരളത്തിലുള്ളത്. നിങ്ങൾ ഈ വന്ന് കാണിക്കുന്ന ഉമ്മാക്കി കാണിച്ചിട്ടുള്ള പേടിപ്പിക്കലൊന്നും വീഴുന്ന ആളുകളുമല്ല കേരളത്തിലുള്ളത്. അത്തരത്തിലുള്ളൊരു ഭയാശങ്കയും നമുക്കാർക്കും ഇല്ല. ഈ പേടിപ്പിച്ച് കളഞ്ഞ് എല്ലാവരെ കൊണ്ടും ഭാരത് മാതാ കി ജയ് എന്ന് അങ്ങനെ വിളിച്ചാൽ മാത്രമാണ് ഒരാളുടെ രാഷ്ട്രസ്നേഹം, ദേശഭക്തിയൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുക എന്നൊരവസ്ഥയുണ്ട്. എങ്കിൽ അങ്ങനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി വിളിച്ചിട്ടല്ല ഒരാളുടെയും രാഷ്ട്രഭക്തിയും ഒരാളുടെയും ദേശഭക്തിയും വെളിപ്പെടേണ്ടത്. അത് സ്വമേധയാ ഉണ്ടാകുന്നൊരു വികാരമാണ്. പലതരത്തിലുള്ള ആശയങ്ങൾ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ മീനാക്ഷി ലേഖി റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രസങ്കല്പമല്ല എൻ്റെ എന്നുള്ളതുകൊണ്ട് മീനാക്ഷി ലേഖിയെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇത് വിളിക്കാൻ പറഞ്ഞാലും ഞാൻ വിളിക്കില്ല. അതാണ് എൻ്റെ ആദ്യത്തെ കമൻറ്റ്. സമ്മർദ്ദത്തിൽ രാഷ്ട്രീയമുണ്ട്, ഒരു ഭീഷണിയുടെ സ്വഭാവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന രൂപത്തിൽ ദേശഭക്തി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാനാവില്ല, നിങ്ങൾക്ക് പോകാം എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ഈ പരിപാടിയുടെ സ്വഭാവം നോക്കണം. നാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ കമ്മിറ്റി അത് RSS നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ്. അത് പിന്നണിയിലാണ്, മുന്നിലേക്കല്ല. അപ്പോൾ നെഹ്റു യുവകേന്ദ്രവുമായി സഹകരിച്ചിട്ടുള്ള പരിപാടി സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന വിവേകാനന്ദ ജയന്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളാണ്. മാരത്തോണൊക്കെ സംഘടിപ്പിച്ചു, പല ക്യാമ്പസുകളിൽ പോയി പരിപാടികൾ സംഘടിപ്പിച്ചു. അപ്പോൾ അതിലൊക്കെ സമ്മാനം നേടിയവരടക്കം ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ RSSുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നെന്നിടത്താണ്.
അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയം വിശ്വസിക്കുന്നവർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. 4 SFI കുട്ടികൾ ഇവരുടെ ഈ ആഹ്വാനത്തിൻ്റെ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ നമ്മുടെ റിപ്പോർട്ടർ നൽകിയ വിവരങ്ങളാണ്. അപ്പോൾ ഇവിടെ അവരുടെ അധ്യാപികയാണ് അപ്പുറത്ത് കൈകെട്ടി നിന്നിരുന്നത്. ആ അധ്യാപികയോടാണ് ഇവർ പറയുന്നത്, നിങ്ങളെന്താണ് പറയാത്തത്, നിങ്ങൾക്ക് ടീച്ചറാണ്. അപ്പോൾ ഭാരതം എന്താണ്, ഭാരതാംബയെ വിശ്വസിക്കാത്തവർ അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ തുടരേണ്ട, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയുന്നത്. ആ രൂപത്തിൽ അതൊരു ഭീഷണിയുടെ സ്വഭാവത്തിലുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കാണുന്നുണ്ടല്ലോ. കോഴിക്കോട് നടന്ന 2 സംഭവങ്ങൾ അത് തുടർച്ചയാവുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു അത്ഭുതം ഉണ്ടാകുന്നത്. ഈ NITയിൽ കുറച്ച് കാലമായി ഈ രൂപത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മൾ പിന്നീടാണ് ഈ സംഘർഷം ഉണ്ടായപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അല്ലേ. അപ്പോൾ ഈ സംഘർഷം എങ്ങനെയാണ് ഉണ്ടായത്? കാവി അടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടം, അത് എന്നാണ് ആ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ. അപ്പോൾ അപ്പുറത്ത് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിങ്ങളുടെ രാമരാജ്യമല്ല എൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാനർ ഉയർത്തുകയാണ്. അതിലൊരു വിദ്യാർത്ഥിയെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണല്ലോ അവിടുത്തെ അധ്യാപികയുടെ പ്രതികരണം വരുന്നത്. ആ അധ്യാപിക എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗോഡ്സെയുടെ ചിത്രം പങ്കുവെച്ച് ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പോസ്റ്റ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എങ്ങനെയൊക്കെ വർഗീയമായ പ്രതികരണങ്ങൾ നടത്താറുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ആരുടെ അഡ്വക്കേറ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാവുന്ന. അതെ. അപ്പോൾ സ്പർദ്ധ വളർത്തുന്ന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് താഴെ ഈ പ്രൊഫസർ അതിന് ലൈക്ക് ചെയ്യുകയും അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് തെറ്റുപറ്റിയതാണോ എന്ന് അതിനുശേഷം അവർക്ക് തെറ്റുപറ്റിയതാണോ എന്ന സംശയത്തിൽ അവരോട് വീണ്ടും ചില മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. പിന്നീട് വിവാദമായപ്പോഴാണ് അത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. അവരത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നതിനപ്പുറം ഇപ്പോൾ പരാതി പോയിരിക്കുന്നത് KSU MSF വിദ്യാർത്ഥി സംഘടനകളാണ് പരാതി നൽകിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ NIT പോലുള്ളൊരു സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇപ്പോൾ നമുക്കറിയാലോ കാവ്യവൽക്കരണം ഏതൊക്കെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന്. അപ്പോൾ കേരളം പോലുള്ള സ്ഥലത്ത് ഇതൊന്നും നടക്കില്ല എന്ന് നമ്മൾ പറയുന്നത് വെറുതെയാണ്. കേരളം പോലുള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട്, കാലങ്ങളായി നടക്കുന്നുണ്ട്. ഇവിടെ SFI DYFI പോലുള്ള സംഘടനകൾ അവിടെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വൈശാഖ് എന്ന വിദ്യാർത്ഥി ദളിത് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത വസീഫ് പറയുന്നത്. ഇപ്പോൾ ഈ അധ്യാപികയുടെ ഈ വർഗീയ പ്രതികരണത്തിൽ പോലും പരാതി നൽകിയത് KSU MSF ആണ്. അപ്പോൾ അതിനു മുന്നേ പ്രതികരിക്കുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് ആ പ്രതികരണം ഇല്ലാതിരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ രാജ്യം, ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ളിടത്ത് എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്ന് അവർ തീരുമാനിക്കും, അവർ നിശ്ചയിക്കുന്ന രൂപത്തിലാകും. നമുക്കിപ്പോൾ ദേശഭക്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ സുപ്രീം കോടതി വിധി വരെയുണ്ടല്ലോ. ഈ ദേശീയഗാനം ആലപിക്കുന്നതിൽ പോലും ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ള ഒരു വ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ. അപ്പോൾ നമുക്കറിയാം, ഒരു 3 വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ ഈ യഹോവ വിശ്വാസികളായിരുന്നു. ആ വിദ്യാർത്ഥികൾ പുറത്തായപ്പോൾ അവർ കോടതിയിൽ പോയി. അത് ആ കേസ് ഏതായിരുന്നു? ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ കേസിൽ അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ആ ദേശീയഗാനം ആലപിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്നതാണ്. ആയിരുന്നില്ല, അവർ എഴുന്നേറ്റ് ഒന്നും പാടിയില്ല എന്ന് മാത്രം ഇല്ല. അത് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം കൂടി കോടതി നടത്തുന്നത് ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിന് പോലും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനാവുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുക. അതാണ് കോടതി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ദേശീയഗാനത്തിന്റെ കാര്യത്തിൽ പോലും അവിടെ നിൽക്കുന്നു. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം അങ്ങനെ ഒരു മുദ്രാവാക്യമല്ല, അത് സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്ന മുദ്രാവാക്യമാണ്. അവിടെ പോലും ഇല്ലത്. ആ മുദ്രാവാക്യം ജയ് ഹിന്ദ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിളിച്ചു. അങ്ങനെ ചിലരെങ്കിലും വിളിച്ചിട്ടുണ്ടാകാം, ശരി തന്നെ. ഞാൻ പറയുന്നത് ഭാരതത്തെ മാതാവായി ഞാൻ കാണുന്നില്ല. ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നതിൽ ഞാൻ പ്രൗഡാണ്. എനിക്കത് അമ്മയായിട്ട് തോന്നണമെന്നില്ല. അതെൻ്റെ വിശ്വാസമാണ്. അത് എനിക്ക് വിശ്വസിക്കാം ഏത് രൂപത്തിൽ എന്നുള്ളത്. എൻ്റെ വിശ്വാസം എനിക്ക് നിങ്ങളോട് പ്രൂവ് ചെയ്യേണ്ട. നിങ്ങൾ എൻ്റെ അധികാരികൾ, നിങ്ങൾ ആരാണ് അത് ചോദ്യം ചെയ്യാൻ? അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത്. ആ ചോദ്യം ചെയ്യുന്നിടത്താണ് ഇനിയുള്ള രാജ്യം അങ്ങനെയാണ് എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നത്. സമ്മർദ്ദത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് സമ്മർദ്ദത്തിൽ രാഷ്ട്രീയം തന്നെയാണ് എന്നതാണ് എൻ്റെ നിലപാട്. നോക്കൂ, നിങ്ങളുടെ അച്ഛനെ ബരേറ്റ M1934 പിസ്റ്റൾ വെച്ച് വെടിവെച്ചു കൊന്നിട്ട്, നിങ്ങളുടെ അമ്മയെ തല്ലിക്കൊന്നിട്ട്, നിങ്ങളുടെ കുടുംബം ഒരാഴ്ചത്തേക്ക് നടത്താൻ വേണ്ടി മാത്രം നിങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ മൂത്ത ചേച്ചി വന്ന് നിങ്ങളടുത്ത് നിങ്ങൾ തല്ലിക്കൊന്ന അമ്മയെക്കുറിച്ച്, നിങ്ങൾ വെടിവെച്ചു കൊന്ന അച്ഛൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പുറത്തിറങ്ങി നിന്ന് അമ്മയെ ജയിക്കണമെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അത് പറയാൻ സൗകര്യമില്ല എന്നാണ് കേരളത്തിൽ എഴുന്നേറ്റ് നിന്ന് ആർജവം കാണിച്ച അധ്യാപിക. ആ അധ്യാപികയ്ക്കൊപ്പമാണ് ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഞാൻ എൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 51A പ്രകാരം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ചും
ആ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും കുറിച്ചും ഞാൻ ബഹുമാന പുരസരം എൻ്റെ കർത്തവ്യം നിർവഹിച്ചു കൊള്ളണമെന്നും അതിനെ ആദരവോടുകൂടി കാണണമെന്നുമാണ് എൻ്റെ കർത്തവ്യം. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളും കാറ്റിൽ പറത്തുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിക്ക് എൻ്റെ രാജ്യത്തെ ഭാരത് മാതാവായി കണക്കാക്കിക്കൊണ്ട് കീജി വിളിക്കണമെന്ന് എന്നോട് സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു അവകാശവുമില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. ഈ വിഷയത്തിൽ മറ്റൊരു വിഷയമായ NIT വിഷയം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാവണം, ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിലാണ്. NIT ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസറായ ഡോക്ടർ ഷൈജ ആണ്ടവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ചെറുപ്പക്കാരടങ്ങിയിരിക്കുന്ന ഒരു വേദിയിലാണ് എന്നതാണ്. ഇത് രണ്ടും പ്രസക്തമാകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ 100 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്നായിരുന്നു. ആ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കേണ്ട വർഷമായിരുന്നു 2024 ജനുവരി മാസം 3-ാം തീയതി. അത് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. ശാസ്ത്രീയമായ മാനവികതയും സയൻറ്റിഫിക് ടെമ്പറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. ആ സമൂഹത്തിൽ പിന്നെ വിശ്വാസങ്ങളെയും വൈകാരികങ്ങളായിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്കുമാണ് ഇടമുണ്ടാവുക. എന്നെ ഭയപ്പെടുത്തുന്നത് ഈ മീനാക്ഷി ലേഖിയുടെ മുദ്രാവാക്യമല്ല. അതിനേക്കാൾ എന്നെ ഭയപ്പെടുത്തുന്നത് മീനാക്ഷി ലേഖി ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്ഛനെ വെടിവെച്ച് കൊന്ന് അമ്മയെ തല്ലിക്കൊന്നിട്ട് അമ്മ ജയിക്കട്ടെ എന്ന് നിങ്ങളുടെ മക്കളോട് വിളിച്ചു പറയുമ്പോൾ അങ്ങനെ പറയാൻ നിർബന്ധിതരായി വശംവദരായി ഭാരത് മാതാ കീ ജയ് എന്ന് കൂടെ വിളിച്ച മനുഷ്യരാണ്. ആ മനുഷ്യരാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഈ ഫാസിസം പ്രവർത്തിക്കുന്നത് വളരെ നിസ്സഹായരായ മനുഷ്യരിലൂടെയാണ് ആദ്യഘട്ടത്തിൽ. അവർ പിന്നീട് ഫാസിസ്റ്റ് കോട്ടകളിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കാവൽക്കാരായി വരും എന്നതാണ് ചരിത്രം പറയുന്നത്. കൂലിവേലയ്ക്ക് പണിയെടുത്തു തുടങ്ങുന്ന നിസ്സഹായരായ മനുഷ്യർ, മുദ്രാവാക്യങ്ങൾക്ക് ഉയർത്തുന്നവർ, നാസി തടങ്കൽ പാടയങ്ങളിൽ നാളെ കാവലാളികളായി ഫാസിസ്റ്റ് സംഘങ്ങളുടെ സൈന്യങ്ങളിൽ ചേരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഈ മുദ്രാവാക്യം വിളിച്ചവരിൽ ഏറെയും എന്നുകൂടി ഞാൻ പറയുന്നു. അവരിപ്പോൾ നേരിട്ട് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പൂർണ്ണമായി സ്വീകരിച്ചവരാവണമെന്നില്ല, പക്ഷേ ആ വഴിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ ഘട്ടത്തിലാണ് മഞ്ഞ സാരിയുടുത്ത് ഇവിടെ നിന്ന് ഈ മീനാക്ഷിയിലേക്ക് പറഞ്ഞ മുദ്രാവാക്യം ഏറ്റുവിളിക്കാതിരിക്കാനുള്ള ജനാധിപത്യ മര്യാദയും ജനാധിപത്യ അവകാശവും ഉയർത്തിയ ആ അധ്യാപികയ്ക്ക് പിന്തുണയേറുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സമ്മർദ്ദത്തിൽ രാഷ്ട്രീയമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സമ്മർദ്ദം കേരളത്തിൽ മാത്രമുള്ളതല്ല. അടുത്ത കാലത്ത് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. മണിശങ്കർ അയ്യരുടെ മകൾക്ക്, സുന്യ അയ്യർക്ക്, സ്വന്തം റെസിഡൻസ് അസോസിയേഷൻ്റെ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. അവർ ഒന്നുകിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവർ പങ്കുവെച്ച സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് പിൻവലിച്ചു മാപ്പ് പറയുകയോ അതല്ലെങ്കിൽ അവർ ആ റെസിഡൻസ് അസോസിയേഷൻ വിട്ടുപോവുകയോ ചെയ്യണം എന്ന് റെസിഡൻസ് അസോസിയേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആരാണ് സാർ റെസിഡൻസ് അസോസിയേഷൻ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വേസ്റ്റും മാലിന്യവും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ഒരു ഫോർമലായി ഒരു ഇൻഫോർമലായിരിക്കുന്ന ഒരു അസോസിയേഷൻ. ആ അസോസിയേഷനാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് റെസിഡൻസ് അസോസിയേഷൻ സമ്മർദ്ദം ചെലുത്തുന്നു നമ്മളുടെയൊക്കെ ദേശഭക്തിയും രാമഭക്തിയും കാണിക്കാൻ. മറ്റൊരു വശത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധിയായി, മന്ത്രിയായി, വിദേശകാര്യ സഹമന്ത്രിയായി വന്ന ഒരാൾ നമ്മളോട് ആവശ്യപ്പെടുന്നു ഞാൻ രാജ്യഭക്തി കാണിക്കണമെന്ന്. സൗകര്യമില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. സമ്മർദ്ദത്തിന് രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ മറുപടി. നികേഷ് കുമാർ. ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ കോൺഗ്രസ്സിന് വേണ്ടി കോയിനേജ് ചെയ്തിട്ടുള്ള ഒരു മുദ്രാവാക്യമാണല്ലോ ഈ ഭാരത് മാതാ കി ജയ്. നമ്മളൊരു കാലഘട്ടത്തിലും അതിനെ ഒരു ഔദ്യോഗിക മുദ്രാവാക്യമായൊന്നും ഉയർത്തിപ്പിടിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ തുടർച്ചയായി ആ മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. നോക്കൂ, ആ കാലഘട്ടത്തിൽ നമ്മൾ വളരെ പരിഹാസ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഈ മുദ്രാവാക്യം വിളിക്കാത്തവരാണ് ഇപ്പോൾ അത്തരത്തിലുള്ള മുദ്രാവാക്യത്തിന് വേണ്ടി അന്ന് വിളിച്ചവരെ നിർബന്ധിക്കുന്നത് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു RSSകാരനും സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പരസ്യ വെല്ലുവിളിയായി എതിർ രാഷ്ട്രീയ ശക്തികൾ RSSനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരാളുടെ പേര് പറയൂ, ഒരു ബലിദാനിയായി മാറിയിട്ടുണ്ടോ? അത് ഇന്നും RSSന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകളാണ് ഇന്ന് നോക്കൂ 1880-കളിൽ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയവരോട് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കാൻ
നിർബന്ധിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തതിന് ആർ എസ് എസിൻ്റേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഊർജ്ജം കളയേണ്ടതില്ല, ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും നമുക്ക് ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടി തങ്ങളുടെ ഊർജ്ജം സേവ് ചെയ്യാനാണ് ആർ എസ് എസ് ആ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. അപ്പോൾ വൈകാരികമായ ഒരു അടുപ്പമില്ലാത്ത ഒന്നായിരുന്നു ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം, ദേശീയ പ്രസ്ഥാനം ആ കാലഘട്ടത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാഴ്ചപ്പാടാണ്, വേറൊരു ചിഹ്നമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, വേറൊരു കൊടിയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, വേറൊരു ഗാനമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ഏറെക്കാലം ഇന്ത്യൻ പതാക പോലും ആർ എസ് എസ് അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ പതാക, ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടുള്ളത്. ഇന്നും ആർ എസ് എസിൻ്റെ ചാക്കുകളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളോ പ്രതിജ്ഞയോ ഇന്ത്യൻ പ്രതിജ്ഞയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവർക്ക് വേറിട്ട ഒരു പ്രതിജ്ഞയും വേറിട്ട ഒരു മുദ്രാവാക്യവുമാണുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അധികാരം കിട്ടിയതിൻ്റെ ഹുങ്ക്, എതിരാളികളുടെ മേൽ മർക്കടമുഷ്ടി കാണിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ മാത്രമാണ് മീനാക്ഷി ലേഖി അതിനെ കണ്ടിട്ടുള്ളത് എന്ന് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇതേ മീനാക്ഷി ലേഖി തന്നെയാണ് പാർലമെന്റിൽ പറഞ്ഞത് മിണ്ടാണ്ടിരുന്നോ ഇ ഡി വരും എന്ന്. അപ്പോൾ അതേ ഔദ്ധത്യം, അതേ ധിക്കാരം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിലും ചൂണ്ടിക്കാണിച്ചത് എന്ന് പറയാതെയും വയ്യ. നോക്കൂ, മാത്രമല്ല അവർ പറയുന്നത് എന്താണ്, മുദ്രാവാക്യം വിളിക്കാത്തവർ പുറത്തേക്ക് ഇവരുടെ അച്ചു വീട്ടിലാണോ നമ്മൾ ഇരിക്കുന്നത്? അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇനി നാളെ എനിക്ക് സത്യം അച്ഛനിച്ച് അറിയില്ല. ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഭർത്താവിനെ കുറിച്ച് ആണോ എന്തോ ആയിക്കോട്ടെ, അച്ചി എന്ന് പറയുന്നത് നാടൻ പ്രയോഗമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാത്തവർ പുറത്തു പോയിക്കോ എന്നൊന്നും പറയാനൊന്നും യാതൊരു അവകാശവും ആർക്കുമില്ല, എനിക്കുമില്ല, മീനാക്ഷി ലേഖിക്കുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പൂട്ടി വെച്ചാൽ മതി എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. രണ്ടാമത്തേത് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ നോക്കൂ, ഷൈജ ആണ്ടവൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ള കാര്യം. മറ്റതൊരു ഒരു ഔദ്ധത്യം കാണിച്ചു ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ. അധികാരത്തിൻ്റെ ഹുങ്ക് കയറി കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു അധികാര സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിൽക്കുന്ന ആളുകൾ എന്താണോ ചിന്തിക്കുന്നതെന്ന് തോന്നി അതിനനുസരിച്ച് അതിൻ്റെ അപ്പുറത്ത് കയറി പറയുക എന്നുള്ളതുണ്ടല്ലോ, അതായിരിക്കാം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷൈജ ആണ്ടവൻ എന്ന് പറയുന്നത് ഒരു രോഗ സൂചനയാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഈ കേരളത്തിലെ NIT നിന്നുകൊണ്ട് ഈ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് കുറിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു പോയതല്ലല്ലോ, കുറിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ അപകടം വേറിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട ആ രോഗം നമ്മൾ ഭാവിയിൽ കാണണമെന്നുള്ളതാണ്. ശാസ്ത്രസ്ഥാപനം അവിടെ എന്താ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ രാവിലെ പത്രങ്ങളിലൂടെ തന്നെ നമ്മൾ വിശകലനം ചെയ്തു. ഭഗവത്ഗീതയുടെ ക്വിസ് ഇന്റർവെല്ലിന് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ഗണപതിയുടെ സ്തോത്രങ്ങൾ, അത് സ്തോത്രം ഏറ്റുവിളിക്കാത്തവർക്ക് റാഗിങ്, ഇത് നടക്കുന്നത് കേരളത്തിലെ വളരെ പ്രശസ്തമായൊരു ശാസ്ത്ര കലാലയത്തിലാണ്, NIT-യിലാണ്, REC-യിലാണ് പഴയ. നോക്കൂ, അവിടെ അത് ഒരു ഷൈജ ആണ്ടവനിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ എങ്ങനെയാണ് ഗോഡ്സെ ഗോഡ്സെ ഒരു കൊലപാതകിയല്ലല്ലോ, ഒരു പ്രത്യയശാസ്ത്രമുള്ള ഒരാളാണ് ഗോഡ്സെ എന്ന് പറയുന്നത്. ആ പ്രത്യയശാസ്ത്രമാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്നുള്ളത് പിൽക്കാലങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം RSSുമായി സഹകരിച്ചു പോയിട്ടുണ്ട്. അയാൾ ഹിന്ദു മഹാസഭയുടെ നേരിട്ടുള്ള ഭാരവാഹിയും അംഗവുമായിരുന്നു. നോക്കൂ, ആ കാലഘട്ടത്തിൽ വന്ന പുസ്തകങ്ങളിലൊക്കെ തന്നെയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്, ചില സ്ഥലങ്ങളിലെ RSS അംഗങ്ങൾ തങ്ങളുടെ റേഡിയോ സെറ്റിൽ ആ സന്തോഷ വാർത്തക്കായി ട്യൂൺ ചെയ്യാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പലയിടത്തും അംഗങ്ങൾ മധുര പലഹാരം വിതരണം ചെയ്തു. പിന്നെ RSSൻ്റെ ബൈബിളായിട്ടുള്ള ബഞ്ച് ഓഫ് തോട്ട്സിൽ MS ഗോൾവാൾക്കർ ഗാന്ധിജിയെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചുള്ള അവജ്ഞ കൃത്യമായി പ്രകടമാക്കിയിട്ടുണ്ട്. ഒരു ഗാന്ധിജിയെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചുള്ള അവജ്ഞ പിൽക്കാലത്ത് എങ്ങനെ ഒരു കൊലപാതകത്തിൽ കലാശിക്കാം എന്നുള്ള നിലയിലേക്ക് നമുക്ക് ചരിത്രത്തെ വായിച്ചാൽ കൃത്യമായി അതിനെ അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. VD സവർക്കർ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ആ VD സവർക്കറെയാണ് നമ്മൾ 2003 ഫെബ്രുവരി 26 പാർലമെന്റിൽ ഗാന്ധിയുടെ നേരെ, അതും BJP ഭരണകാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊന്നും തന്നെയും ഒറ്റപ്പെട്ട പ്രസ്താവനകളല്ല. പിന്നെ ഗാന്ധിജിയുടെ നെറ്റിയിലേക്ക്
വെടിവെച്ച് ചോര വീഴ്ത്തിയിട്ടുള്ളത് BJP-യുടെ പാർലമെൻറ്റ് അംഗമാണ്. അപ്പോൾ അങ്ങനെ ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല. ആ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല എങ്കിൽ തന്നെയും നമ്മൾ ആശ്വസിച്ചിരുന്നത് എന്ന് പറയുന്നത് അത് കേരളത്തിൽ നടക്കാറില്ല എന്നുള്ളതായിരുന്നു. നമുക്കൊക്കെ നല്ല ദേശീയ ബോധമുള്ളതായിരുന്നു, മലയാളികൾക്ക് നല്ല ദേശീയ ബോധമുള്ള ആളുകളായിരുന്നു. ആ ആളുകളുടെ ഇടയിൽ ഒരു ഗോഡ്സെ പ്രേമി വരില്ല എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിദ്യാലയത്തിൽ കലാലയത്തിൽ ഒരു പ്രൊഫസർ വരുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. അത് ആദ്യമായിട്ടല്ല. മുരളി മനോഹർ ജോഷി അലഹബാദ് സർവകലാശാലയിലെ ഫിസിക്സ് അധ്യാപകനായിരുന്നു. ഫിസിക്സ് അധ്യാപകനായിരുന്നു എന്ന് മാത്രമല്ല, ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ആളുമായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അവിടെ പോയി ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ആദ്യമായി ജ്യോതിഷവും ജ്യോത്സ്യവും പഠന പദ്ധതി ഉൾപ്പെടുത്തിയതും ഫിസിക്സിൽ ഡോക്ടറേറ്റ് കിട്ടി ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന മുരളി മനോഹർ ജോഷിയായിരുന്നു. ഇന്നിപ്പോൾ മറ്റൊരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിലെ പ്രൊഫസറായ ഡോക്ടർ ഷൈജ ആണ്ടവന് ഗോഡ്സെയിൽ അഭിമാനിക്കുന്നു, രാജ്യത്തെ സേവിച്ചതിന്, രാജ്യത്തെ രക്ഷിച്ചതിനെന്ന് പറയുമ്പോൾ ഗാന്ധിയെ കൊന്നതിനകത്തുള്ള ഉന്മാദം ഇപ്പോഴും അവസാനിക്കുന്നില്ല പ്രത്യയശാസ്ത്രത്തെ പിൻപറ്റുന്നവർക്ക്. അല്ല, അവിടെ നികേഷ് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രത്യയശാസ്ത്രം അത് കേരളത്തിൽ അത് സംഭവിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാ സമയത്തും നിങ്ങളുടേതായ നിലപാടുകൾ തുറന്നു പറയാൻ കഴിയണമെന്നില്ല. എന്നാൽ ഒരു വിഭാഗമെങ്കിലും ഞാൻ പറയാൻ പോകുന്ന അഭിപ്രായത്തെ പിന്തുണയ്ക്കുമെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായാൽ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നിരിക്കും. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഗോഡ്സെയെ ആദരിച്ചുകൊണ്ടൊരു പ്രസ്താവം നടത്തിയാൽ ഒരു 25 വർഷം മുമ്പത്തെ സ്ഥിതി എന്താ? ഒരു പക്ഷേ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും, ആളുകൾ കല്ലെറിയുന്നൊരു സാഹചര്യമായിരിക്കും. എന്നാൽ ഇപ്പോഴെന്താ അവസ്ഥ? ആളുകൾ കല്ലെറിയില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല വിഭാഗത്തിൻ്റെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ആളുകൾ എത്തിപ്പെട്ടിരിക്കുന്നു, ആ മാനസികാവസ്ഥയുടെ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ പിന്തുണയിൽ നിന്നുകൊണ്ട് പറയാനുള്ള കരുത്തൊരാൾക്കുണ്ടാകുന്നു. അപ്പം അതൊരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയാണ് നമ്മളെ അലോസരപ്പെടുത്തേണ്ടത്. താങ്കൾ നേരത്തെ അരുൺ പറഞ്ഞത് കണക്ക് ഈ പറയുന്ന ഭാരത് മാതാ കി ജയ് എന്ന് ഒരാൾ പറയുകയും അത് വിളിച്ചു പറയാൻ തീരുമാനിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് വലിയ അപകടം എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഫാസിസം എപ്പോഴും പ്രവർത്തിക്കുക ഈ ആൾക്കൂട്ടങ്ങളിലൂടെയാണ്. ആൾക്കൂട്ടത്തിൻ്റെ വികാരത്തെയാണ് അതെപ്പോഴും ചൂഷണം ചെയ്യുക. ആ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വികാരത്തെ ചൂഷണം ചെയ്യാൻ പാകത്തുള്ളൊരു ആൾക്കൂട്ടം കേരളത്തിലും രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു എക്കോ ചേംബർ എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ വഴിയാണ്. ചരിത്രവിരുദ്ധത, ശാസ്ത്രവിരുദ്ധത നിരന്തരം ഇതിൽ പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. വെളിച്ചമോ ശാസ്ത്രമോ വിവേകത്തിൻ്റെയോ ഒരു കീറ് വെളിച്ചമില്ലാതിരിക്കുന്ന ഈ ഇരുണ്ട എക്കോ ചേംബറുകളിലാണ് ഇവരെ പിന്തുണയ്ക്കുന്ന ഈ ആളുകൾ കൈ ഉയർത്തുന്നത്, അവർ ജീവിക്കുന്നത്. അവർക്ക് ഭാരത് മാതാ കി ജയ് എന്ന് കേൾക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് വിളിച്ചതെന്നുള്ള ചരിത്രബോധമില്ല. ഞാൻ വിളിക്കേണ്ടത് ഈ ഭാരത് മാതാ കി ജയ്ക്കൊപ്പം ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണമെന്നുള്ള രാഷ്ട്രീയ ബോധ്യമോ ചരിത്രബോധമോ സാമൂഹിക ശാസ്ത്രബോധമോ ഇല്ലാത്തവരായി അവർ പരിണമിക്കുന്നു എന്നതാണ്. ആൾക്കൂട്ടം എന്ന പദപ്രയോഗം അതാണ്. ഈ RSS എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകാതിരുന്നത്? RSSന്റെ രാഷ്ട്രസങ്കല്പത്തിനകത്ത് ഈ പറയുന്ന അന്യമതസ്ഥരില്ലെന്നേ. അവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമരത്തെ എങ്ങനെയാണ് RSSൽ പിന്തുണയ്ക്കാൻ കഴിയുക, അല്ലെങ്കിൽ RSSന് പങ്കാളിയാകാൻ കഴിയുക? അപ്പോൾ എന്താണ് അവരുടെ രാഷ്ട്രസങ്കല്പം? ആ രാഷ്ട്രസങ്കല്പം ഒരു ഹിന്ദു രാഷ്ട്രസങ്കല്പമാണ്. ആ ഹിന്ദു രാഷ്ട്രസങ്കല്പത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഈ ഭാരത് മാതാ എന്ന് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്നാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഭാരത് മാതാവ് എന്ന് പറയുന്നത് ഭാരതത്തെ ഒരു മണ്ണായും ഭൂമിയെ ഒരു ദേവതയായും കണ്ടുകൊണ്ടുള്ള വേറൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. ഇവിടെ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൈന്ദവ ദിവ്യമായ ഒരു വിഗ്രഹത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പറയുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന ആളുകൾ വിളിക്കുന്നത് ഈ പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുകയും നല്ല എന്താ പറയുക ഒരു ഹാർമോണിയസ് ആയ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, തകരാറില്ല. നിങ്ങൾ ഭൂമിയെ ദേവതയായിട്ട് കാണുകയോ അതിനൊരു വിഗ്രഹ രൂപത്തിൽ കാണുകയോ ഒക്കെ ചെയ്തുകൊള്ളൂ, നിങ്ങൾ വിളിച്ചുകൊള്ളൂ. പക്ഷേ ഇൻക്ലൂസീവ് അല്ലാത്ത ആളുകളെ അകറ്റിക്കളയുന്ന അഥവാ ഭൂരിപക്ഷ അധികാരം വെച്ച് ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പം അവതരിപ്പിക്കുകയും ആ രാഷ്ട്രസങ്കല്പത്തിന് അനുഗുണമാകുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെയൊക്കെ വിലപ്പോകില്ല. അത് ഈ പറയുന്ന ഈ മീനാക്ഷി ലേഖിയൊന്നും അങ്ങനെ വലിയ സംഭവമല്ല. മീനാക്ഷി ലേഖിയൊക്കെ ഒരു ചെറിയ ഈ പറയുന്ന ഞാഞ്ഞൂലിനും സിൽക്കാരോ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ ഇൻഹരിയർ നഗറിൽ, അല്ലെങ്കിൽ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനൊന്നും തെറ്റിദ്ധരിക്കേണ്ട. മീനാക്ഷി ലേഖിയൊക്കെ വളരെ ചെറിയ ഒരാളാണ്. ഈ
ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP രാഷ്ട്രീയത്തിൽ എനിക്ക് നരേന്ദ്രമോദിക്കൊക്കെ ഒന്നാമത് ഈ അരുണ ഈ പറഞ്ഞ കണക്ക് ഈ പൂർണ്ണമായ ക്യാബിനറ്റ് എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കൂടുന്നൊരു പരിപാടിയാണ്. ഈ സഹമന്ത്രി ഒന്നും ക്യാബിനറ്റ് തന്നെ കാണുന്നില്ല. കാരണം വെച്ചാൽ ഞാനതിനെ കുറച്ച് കാണുക, അല്ല ഒരു ഭരണ നിർവഹണ രീതിയുടെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ വളരെ വളരെ സാധാരണയായിട്ടുള്ളൊരു ആളാണ്. ആ ആളൊക്കെയാണ് വന്നു നിന്നിട്ട് നിങ്ങളത് വിളിക്കുക ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകും എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവും. ഭാരത് മാതാ കി ജയ് നേരത്തെ സ്മൃതി പരുത്തിക്കാട് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് ഒരു ഹിന്ദുയിസ്റ്റ് നാഷണലിസത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു മുദ്രാവാക്യം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ ബംഗാളിൽ നിന്നുള്ള ചില കവികളും ബംഗാളിൽ നിന്നുള്ള ദേശീയവാദികളുമായിട്ടുള്ള ആളുകളൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് അതൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഭാരത് മാതാക്കി ഒരു ഭാരതത്തെ ഒരു മാതാവായി ഇപ്പോൾ സ്മൃതി ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ച പോലെ ഭാരതത്തെ മാതാവായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നേ. അതെ, ഇതൊരു രാജ്യമാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന് ഒരു നാഷണലിസത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതിനെ മാതാവായി അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു നാഷണലിസം. അതെ, ആ നാഷണലിസത്തിന്റെ ഭാഗമാണ് ഞാനും. അതിന് എന്നെ പഠിപ്പിക്കാനൊന്നും വേറൊരാൾ വരണ്ട. അതിലേറെ കൗതുകകരമായ കാര്യം ഈ മുദ്രാവാക്യങ്ങൾ പലതും നൽകിയവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിന്റെ 7 അയലത്ത് വരാത്ത ആൾക്കാരാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം, മാ തേരെ വതൻ കി ഭാരത് മാതാ കി ജയ് എന്ന ഈ മുദ്രാവാക്യം. പരിപാടി തന്നെ നോക്കൂ, വിവേകാനന്ദ സ്വാമികളെ അങ്ങ് സ്വന്തമാക്കിയാണ്, ഓരോരുത്തരെയും അങ്ങനെ കൊണ്ടുപോവുകയാണ്, ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു. ഹസ്രത് മൊഹാനിയുടെ മുദ്രാവാക്യമാണ്. അതേപോലെ അലി സഫ്രാനിയുടെ മുദ്രാവാക്യമാണ്. അസിമുല്ല ഖാന്റെ മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഇട്ട് ഈ വരിക സഹചര്യം എന്നൊക്കെ പറഞ്ഞ് തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതിയ മനുഷ്യരെ രാജ്യത്തിന് പുറത്താക്കണമെന്ന് പറയുന്ന ആൾക്കാർ എന്നിട്ട് വന്ന് പറയാണ് ഭാരത് മാതാ കി വിളിക്കുക, ഇല്ലെങ്കിൽ ഈ വേദി ഇറങ്ങിപ്പോ എന്ന് പറയും. അതാണ് അവിടെയാണ് സ്ട്രെസ് ചെയ്ത് പറയേണ്ടത്. മുദ്രാവാക്യം വിളിക്കാത്തവർ പുറത്തു പോകണം എന്നാണ് മീനാക്ഷിയിലേക്ക് പറയുന്നത്. സ്മൃതി എന്നെ ചൂണ്ടിക്കാണിച്ച പോലെ യഹോവ സാക്ഷികളുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു. ആ 3 കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുക മാത്രമാണ് ചെയ്തത്. അവർ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ദേശീയഗാനം പാടുമ്പോൾ ഡിസ്റെസ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ പാടണമെന്ന് നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് രാജ്യത്തിൻ്റെ പരമോന്നത കോടതി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ മീനാക്ഷി ലേഖി എന്ന് പറയുന്ന മന്ത്രി വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന്. എന്തായാലും സമ്മർദ്ദം തന്നെയാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിലുള്ളത്, ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിച്ചത് എന്നതിൽ സംശയമില്ല. സമ്മർദ്ദത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 4. Meet the editors.